അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. Bridges are classified as which type of measuring instrument? Options: deflection type, null type, digital type or indicating type. അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, നൾ ടൈപ്പ്. ബ്രിഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിലെ ഡിറ്റക്ടർ എന്ന് പറയുന്നത് എപ്പോഴും 0 റീഡിംഗ് ആയിരിക്കും തരുന്നത്. അതായത് ബാലൻസ് കണ്ടീഷനിൽ അതിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്നത് നമ്മൾ നൾ ടൈപ്പ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്: ഇൻ എ ബ്രിഡ്ജ് സർക്യൂട്ട് ദ സോഴ്സ് ഈസ് കണക്റ്റഡ് അക്രോസ് വൺ ഡയഗണൽ ആൻഡ് ദ ഡിറ്റക്ടർ അക്രോസ് ദ അതർ. സ്റ്റേറ്റ്മെൻറ്റ് 2: at balance the detector shows maximum deflection. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഡയഗണലിൽ സോഴ്സും മറ്റേ ഡയഗണലിൽ ഡിറ്റക്ടറുമാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ അവിടെ ബാലൻസ് കണ്ടീഷനിൽ ഡിറ്റക്ടർ മാക്സിമം ഡിഫ്ലക്ഷൻ കാണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞു ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു നൾ ഡിഫ്ലക്ഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. നൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഡിഫ്ലക്ഷൻ മാക്സിമം അല്ല വരുന്നത്, ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഓപ്ഷൻ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ only 1 is true. Okay. So next question: name the component in bridge circuit that is adjusted along with others until the detector reads 0. ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ പോലെയാണ് തന്നിരിക്കുന്നത്. അതിന് ആൻസറാണ് ബാലൻസിങ് ആം അല്ലെങ്കിൽ വേരിയബിൾ നോൺ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ നമ്മൾ ബ്രിഡ്ജ് സർക്യൂട്ട് വെക്കുമ്പോൾ അതിനകത്ത് നമുക്ക് നോൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ വെക്കാറുണ്ട്. ആ വാല്യൂസ് നമ്മൾ വേരി ചെയ്തിട്ടാണ് ബാലൻസിങ് കണ്ടീഷനിലേക്ക് നമ്മളുടെ ബ്രിഡ്ജിനെ എത്തിക്കുന്നത്. അപ്പോൾ അത്തരം കമ്പോണൻറ്റിനെ പറയുന്ന പേരാണ് ബാലൻസിങ് ആം അല്ലെങ്കിൽ വേരിയബിൾ ഓഫ് നോൺ സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ബ്രിഡ്ജ് സർക്യൂട്ട് ഓവർ ഡിഫ്ലക്ഷൻ ടൈപ്പ് സർക്യൂട്ട്? ഇവിടെ നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈ ആക്യുറസി ഡിപ്പെൻഡിങ് ഓൺ സ്റ്റാൻഡേർഡ്സ്, അതെന്തായാലും ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണല്ലോ. അപ്പോൾ ഇത് വരില്ല. 0 ലോഡിംഗ് ഇഫക്റ്റ് അറ്റ് ബാലൻസ്, അതും ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ലാസ്റ്റ് വൺ: സ്യൂട്ടബിൾ ഫോർ ലബോറട്ടറി മെഷർമെൻറ്റ്സ്. ലബോറട്ടറിയിലാണല്ലോ നമ്മൾ ബ്രിഡ്ജ് സർക്യൂട്ടുകൾ കൂടുതലും ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുമല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡിറ്റക്ടർ നീഡ്സ് പ്രിസൈസ് കാലിബ്രേഷൻ. ഇതിൻ്റെ കാരണം എന്തായിരിക്കും? കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്രിഡ്ജ് എന്ന് പറയുന്നത് നൾ ടൈപ്പ് ഡിവൈസ് ആണ്. അപ്പോൾ അതിനകത്ത് എന്തായാലും ബാലൻസിങ് കണ്ടീഷനിൽ 0 മാത്രമേ വരുള്ളൂ, വേറെ വാല്യൂസ് ഒന്നും കാണിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാലിബ്രേഷൻ്റെ ആവശ്യമില്ല. Therefore the answer is detector needs precise calibration. Next question: DC bridge can be used to measure inductance only, capacitance only, resistance only, frequency only. ഇതിന് ആൻസർ വരുന്നത് റെസിസ്റ്റൻസ് only. അപ്പോൾ ബ്രിഡ്ജസ് 2 ടൈപ്പ് ഉണ്ട്. DC ബ്രിഡ്ജസും ഉണ്ട്, AC ബ്രിഡ്ജസും ഉണ്ട്. അതതിൻ്റെ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ AC ആണോ DC ആണോ എന്ന് പറയുന്നത്. DC സോഴ്സ് ആണെങ്കിൽ DC ബ്രിഡ്ജ് എന്നും AC സോഴ്സ് ആണെങ്കിൽ AC ബ്രിഡ്ജ് എന്നും വിളിക്കും. അപ്പോൾ DC ബ്രിഡ്ജസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഓൺലി റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Now next question: universal balance condition for any bridge with arms Z1, Z2, Z3, Z4. Z1 and Z4 are opposite, Z2 and Z3 are opposite. അപ്പോൾ നമ്മൾ ബാലൻസ് കണ്ടീഷൻ ഓഫ് ബ്രിഡ്ജ് പറയുകയാണെങ്കിൽ അതിൻ്റെ എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ പ്രോഡക്റ്റ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് Z1ഉം Z4 ഓപ്പോസിറ്റാണ്, Z2ഉം Z3 ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് Z1 × Z4 will be equal to Z2 ×
Z3. അപ്പോൾ ഇവിടെ ഏതാണ് ഓപ്ഷൻ? അത് ഓപ്ഷൻ ബി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ സി ബ്രിഡ്ജ് ഹൗ മെനി ഇൻഡിപെൻഡൻറ്റ് ബാലൻസ് ഇക്വേഷൻ മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് സൈമിൾട്ടേനിയസ്ലി? നമുക്കറിയാം എ സി ആണെന്നുണ്ടെങ്കിൽ അവിടെ അവിടെ ഒരു എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇമ്പിഡൻസോടെ വരുന്നുണ്ട്. അതൊരു കോംപ്ലക്സ് ഫോമിലായിരിക്കും, അതായത് R+jx എന്നുള്ളൊരു രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ബാലൻസ് കണ്ടീഷന് 2 ഇക്വേഷൻ വേണ്ടി വരും. ഒരു റിയൽ പാർട്ടും വേണ്ടി വരും, ഒരു ഇമാജിനറി പാർട്ടും വേണ്ടി വരും. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോർ DC ബ്രിഡ്ജസ് the balance condition specifies R1 R4 is equal to R2 R3. Second statement, for AC bridges balance must hold for both magnitude and phase angle. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ ഡിസ്കസ് ചെയ്തു. എ സി ആണെങ്കിൽ അതിന് 2 ഇക്വേഷൻ വരും, ഒന്ന് മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷനും ഒന്ന് ഫേസിൻ്റെ ഇക്വേഷനും ആയിരിക്കും. ഡി സി ആണെങ്കിൽ അതിൻ്റെ ബാലൻസ് കണ്ടീഷൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആംസിലെ പ്രൊഡക്റ്റുകൾ രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ടും നോക്കുമ്പോൾ രണ്ടും ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ബോത്ത് 1 and 2 ആർ കറക്റ്റ്. നെക്സ്റ്റ്, അറ്റ് ബാലൻസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഡിറ്റക്ടർ ഓഫ് എ ബ്രിഡ്ജ് ഈസ്. എന്തായിരിക്കും? നല്ലായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അതിലൂടെ പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഒബിയസ്ലി അത് 0 ആയിരിക്കും. നെക്സ്റ്റ് വൺ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ. ആ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. പോപ്പുലറൈസ്ഡ് ബൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ആൻസർ സർ ചാൾസ് വീറ്റ്സ്റ്റോൺ ആണ്. അപ്പോൾ ഇത് എന്തായാലും കണ്ടുപിടിച്ച് വേറൊരാളായിരിക്കും എന്ന് ഇതിൽ നിന്ന് തോന്നുന്നില്ലേ? അപ്പോൾ അത് ഒറിജിനലി ഡെവലപ്പ് ചെയ്തത് സാമുവൽ ഹണ്ടർ ക്രിസ്റ്റിയാണ്. 1833 അത് കണ്ടുപിടിച്ചത്. പക്ഷേ ഇത് പോപ്പുലറൈസ് ചെയ്ത ആളുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ദാറ്റ്സ് ചാൾസ് വീറ്റ്സ്റ്റോൺ. അതും 1843, 10 വർഷത്തിന് ശേഷം. ഓക്കെ, നെക്സ്റ്റ് വൺ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ഡാഷ്. ലോ റെസിസ്റ്റൻസ് ആണോ, മീഡിയം റെസിസ്റ്റൻസ് ആണോ, ഹൈ റെസിസ്റ്റൻസ് ആണോ, ഇൻഡക്റ്റൻസ് ആണോ? ഇതിന് ആൻസർ വരുന്നത് മീഡിയം റെസിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് അത് 1 ohm തൊട്ട് 1 മെഗാ ohm വരെയാണ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിൽ താഴേക്കുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേറെ ബ്രിഡ്ജ് ഉണ്ട്, നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ കാണാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ബാലൻസ് കണ്ടീഷൻ ഓഫ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വിത്ത് റേഷ്യോ ആംസ് PQ, വേരിയബിൾ ആം R ആൻഡ് അൺനോൺ റെസിസ്റ്റൻസ് S എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് P/Q is equal to R/S. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ മാച്ചിങ് ചെയ്താൽ നിങ്ങൾ ഈ C എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിയാൽ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ P/S is equal to R/Q. അപ്പോൾ ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വിത്ത് P is equal to 100 ohm, Q is equal to 1000 ohm and balance achieved at R is equal to 25 ohm, what is the value of unknown resistance S? അപ്പോൾ ഇതൊരു പ്രോബ്ലം ആണ്. അത് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ വേണം. നമുക്ക് ഓൾറെഡി അറിയാം P/Q is equal to R/S. അത് കണ്ടുപിടിക്കേണ്ട നമുക്ക് എസ്സിനെയാണ്. അപ്പോൾ S is equal to R/P into Q. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ആറിൻ്റെ വാല്യൂ 25 ഇൻറ്റു ക്യൂവിൻ്റെ വാല്യൂ 1000 ഡിവൈഡഡ് ബൈ 100. ക്യാൻസലായി പോയിട്ട് നമുക്ക് എത്ര വാല്യൂ കിട്ടും? 250 ohm എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ആ ബാലൻസിങ് ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, സെൻസിറ്റിവിറ്റി ഓഫ് എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഇസ് ഹയസ്റ്റ് വെൻ. ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഏത് കണ്ടീഷനിലാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ സെൻസിറ്റിവിറ്റി ഏറ്റവും ഹയസ്റ്റ് ആയിട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ ആൻസർ ഇസ് all 4 arms are nearly equal. അതായത് ബ്രിഡ്ജ് സർക്യൂട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ 4 ആംസ് ഉണ്ടാവും.
അതിൽ എല്ലാ എണ്ണത്തിൻ്റെയും വാല്യൂസ് എന്ന് പറയുന്നത് നിയർലി ഈക്വൽ ആണെങ്കിൽ, നിയർലി ഈക്വൽ ആകുമ്പോഴാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന് ഏറ്റവും കൂടുതൽ സെൻസിറ്റിവിറ്റി വരുന്നത്. അതായത് പി ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ക്യൂ ഈസ് ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു എസ്. നെക്സ്റ്റ് ഒരു വീണ്ടും സ്റ്റേറ്റ്മെൻ്റ് ആണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് cannot accurately measure resistance below 1 ohm. Second statement, this is because lead and contact resistance become comparable to the unknown resistance. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? രണ്ടും ശരിയാണ്. രണ്ടാണ് ഫസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത് 1 ohm to 1 mega ohm വരെയുള്ള വാല്യൂസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലും താഴെയുള്ള വാല്യൂസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് എറർ വരും. അതായത് അവിടെ കോണ്ടാക്റ്റ് റെസിസ്റ്റൻസും അവിടെ ലെഡുകൾ തമ്മിലുള്ള കോണ്ടാക്റ്റ് കാരണമുള്ള എറേഴ്സും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വെരി ലോ റെസിസ്റ്റൻസിന് വേണ്ടി യൂസ് ചെയ്യാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം എ കോമൺ മോഡേൺ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഇൻവോൾവിങ് ലോഡ് സെൽസ്. ആൻസർ സ്ട്രെയിൻ ഗേജ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ സ്ട്രെയിൻ ഗേജ് മെഷർമെൻറ്റ് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. നെക്സ്റ്റ്, ഫോർ മെഷറിങ് വെരി ലോ റെസിസ്റ്റൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്രിഡ്ജസ് ഈസ് യൂസ്ഡ്. അപ്പോൾ നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് അല്ല എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു. ഒരെണ്ണം അവോയ്ഡ് ചെയ്യാം. ഇനി ഈ മാക്സ്വെൽസ് ബ്രിഡ്ജും ഹേ ബ്രിഡ്ജും നമ്മൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് ആയിരിക്കും. കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്. ഇനി ദ കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ഈസ് എസെൻഷ്യലി എ ഡാഷ് DC bridge with DC bridge for low resistance, AC bridge for inductance, AC bridge for capacitance, DC bridge for high resistance. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അത് ഓൾസോ ഒരു എന്താണ് DC ബ്രിഡ്ജും കൂടെയാണ്. അപ്പോൾ അതിന് ആൻസർ DC ബ്രിഡ്ജ് ഫോർ ലോ റെസിസ്റ്റൻസ്. Kelvin's double bridge is a modification of dash. അതിന് ആൻസർ വരുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. ഇനി എന്താണ് മോഡിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ സർക്യൂട്ടിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ടൊരു പെയർ ഓഫ് റെസിസ്റ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനെ നമ്മൾ റേഷ്യോ ആംസ് എന്ന് വിളിക്കും. അതിന് സ്മോൾ ലെറ്റർ പിയും സ്മോൾ ലെറ്റർ ക്യൂവും വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പി ബൈ ക്യാപിറ്റൽ ക്യൂവിൻ്റെ റേഷ്യോയും സ്മോൾ പി ബൈ സ്മോൾ ക്യൂവിൻ്റെ റേഷ്യോയും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കെൽവിൻ ഡബിൾ ബ്രിഡ്ജ് ഫോം ചെയ്യുന്നതും. ആ ഡബിൾ ബ്രിഡ്ജ് എന്നുള്ള പേര് വന്നത് അവിടെ എക്സ്ട്രാ ആയിട്ട് ഈ രണ്ട് പേരും കൂടെ ഉണ്ട്. Now what is the name given to the small connection connecting resistance between unknown and standard resistance in Kelvin bridge whose effect is eliminated at balance? അതിൻ്റെ ആൻസർ ലിങ്ക് റെസിസ്റ്റൻസ് എന്നാണ്. The link resistance R connects the unknown resistance R and standard resistance S. Its effect is completely eliminated from the balance equation provided the auxiliary ratio equals the main ratio. The small p by q is equal to capital P by Q. Next question, the key condition that must hold for Kelvin double bridge valence equation to be independent of link resistance is, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് കുറേ നേരം കൊണ്ട് കാണുകയാണ്. സ്മോൾ പി ബൈ സ്മോൾ ക്യൂ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പി ബൈ ക്യാപിറ്റൽ ക്യൂ. അടുത്തത് സ്റ്റേറ്റ്മെൻ്റ് ആണ്, കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് യൂസസ് 4 terminal connections for the unknown and standard resistors. Statement 2, this separates contact resistance from actual measurement. അതിൻ്റെ ആൻസർ എന്തായിരിക്കും? രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. അത് രണ്ടാണെങ്കിൽ ആദ്യത്തേൻ്റെ പർപ്പസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. Next one is, state the typical resistance range over which Kelvin double bridge gives accurate measurement.
ഏത് റെസിസ്റ്റൻസ് റേഞ്ചിലാണ് കെൽവിൻ സ്കെയിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് തരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒന്ന് പഠിച്ചു വെച്ചോ. 0.1 മൈക്രോ ഓം ടു 1 ഓം. ഓക്കെ, 0.1 മൈക്രോ ഓം ടു 1 ഓം. അവിടെ ഹൈ ആക്യുറസി ആയിരിക്കും. അവിടെ ഒരു 0.05 ടു 0.02ൻ്റെ വ്യത്യാസം മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അത്ര ആക്യുറേറ്റ് ആണ് ഈ ഒരു റേഞ്ച്. Now, which of the following is not used as a detector in AC bridges? Headphone ആണോ, വൈബ്രേഷണൽ ഗാൽവനോമീറ്റർ ആണോ, DC മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ആണോ, ട്യൂൺഡ് ആംപ്ലിഫയർ വിത്ത് ഡിറ്റക്ടർ ആണോ? അപ്പോൾ നമുക്ക് നോട്ട് യൂസ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു DC മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ കിടപ്പുണ്ട്. അതപ്പോൾ എന്തായാലും DCയിലായിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ AC യൂസ് ചെയ്യാൻ പറ്റുമില്ല. So the answer is DC moving coil galvanometer. Now define the quality factor Q of a coil in terms of angular frequency omega, inductance L and resistance R. അതിൻ്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. Q is equal to omega L divided by R. Q എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഫാക്ടർ, L എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ്, R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. ആൻഡ് ദിസ് ഒമേഗ ഇസ് ഈക്വൽ ടു 2πf. F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. ഓക്കെ, നെക്സ്റ്റ്, ദ ഡെസിപ്പേഷൻ ഫാക്ടർ ഓഫ് എ കപ്പാസിറ്റർ ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് ക്വാളിറ്റി ഫാക്ടർ ബൈ. ഡെസിപ്പേഷൻ ഫാക്ടറും ക്വാളിറ്റി ഫാക്ടറും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് അറിയാം. D is equal to 1/Q ആണ്. ഓക്കെ, ഇനി ഡെസിപ്പേഷൻ ഫാക്ടറിന് വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് D is equal to tan ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറയുന്നത് ലോസ് ആംഗിളാണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ലോസ് ആംഗിളാണ്. D എന്ന് പറഞ്ഞാൽ ഡെസിപ്പേഷൻ ആണ്, ഡെസിപ്പേഷൻ ഫാക്ടറാണ്. അപ്പോൾ D is equal to tan ഡെൽറ്റ, അല്ലെങ്കിൽ D is equal to 1/Q. Q ഇവിടെ നിന്നാണ് ക്വാളിറ്റി ഫാക്ടർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. AC bridge balance requires 2 independent adjustments made alternately. This process is called sliding to balance. അപ്പം എന്താണ്, രണ്ടും കറക്റ്റാണ്. നമ്മൾ പറഞ്ഞു AC കേസ് എടുക്കുമ്പോൾ നമുക്ക് ഒരു റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും വരും ഇമ്പിഡൻസിൽ. അത് അളക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിനെ ബ്രിഡ്ജിനെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ലൈഡിങ് ടു ബാലൻസ്. സോ വാട്ട് ഈസ് ദ ടിപ്പിക്കൽ സോഴ്സ് ഫ്രീക്വൻസി യൂസ്ഡ് ഇൻ AC ബ്രിഡ്ജസ്? ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഈസിയാണ്, 1 kHz ആണ്. Now, next question. Inductance can be measured by using which of the following bridges? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് മാക്സ്വെൽ ബ്രിഡ്ജാണ്. ഓക്കെ, ബട്ട് നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. മാക്സ്വെൽ ബ്രിഡ്ജ് മാത്രമല്ല ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഈ ഓവൻ ബ്രിഡ്ജ് എന്ന് പറയുന്നതും നമ്മൾ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതത്ര കോമൺ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് അവോയ്ഡ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇതും ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വല്ലതും വരുവാണെങ്കിൽ ഇതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കോമൺലി യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ മാക്സ്വെൽസ് ബ്രിഡ്ജാണ് ആൻസർ. നെക്സ്റ്റ് വൺ. മാക്സ്വെൽസ് ബ്രിഡ്ജ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ മെഷറിംഗ് ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽസ് വിത്ത് ക്വാളിറ്റി ഫാക്ടർ. അതായത് ക്വാളിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം ഫോർ മാക്സ്വെൽസ് ബ്രിഡ്ജ്? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 1 and 10. ക്വാളിറ്റി ഫാക്ടർ 1ൻ്റെയും 10ൻ്റെയും ഇടയിലുള്ള മാത്രമാണ് നമ്മൾ മാക്സ്വെൽസ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ താഴെ മുകളിലുള്ളതിന് നമ്മൾ വേറെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബ്രിഡ്ജ് ദ അൺനോൺ ഇൻഡക്റ്റൻസ് ഈസ് കമ്പയർഡ് വിത്ത് എ ഡാഷ്. ഈ ബ്രിഡ്ജിനകത്ത് നമ്മൾ ഇൻഡക്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. ആ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്തിനേലും വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഈ ബ്രിഡ്ജ് സർക്യൂട്ടിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതെന്തിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കപ്പാസിറ്ററാണ്. ഓക്കെ,
സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അവർ ആക്യുറേറ്റ് ആയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും ആൻഡ് ചീപ്പ് ആയിരിക്കും. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് കപ്പാസിറ്റേഴ്സ് വെച്ച് തന്നെ നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ്, ഇൻ മാക്സ്വെൽസ് ബ്രിഡ്ജ്, how are the standard capacitors C4 and variable resistor R4 connected in ARM4? പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസും വേരി ചെയ്യുന്ന റെസിസ്റ്റൻസ് ആയിട്ടുള്ള R4ഉം എപ്പോഴും പാരലൽ ആയിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. ദ ബാലൻസ് ഇക്വേഷൻ ഓഫ് മാക്സ്വെൽസ് ബ്രിഡ്ജ് ആർ. മാക്സ്വെൽസ് ബ്രിഡ്ജിൻ്റെ ബാലൻസ് ഇക്വേഷൻ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും? ഫ്രീക്വൻസി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് L1 will be equal to R2 R3 C4. ഇതായിരിക്കും ഒരു ഇക്വേഷൻ. നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് R1 is equal to R2 R3 by R4. ഓക്കെ, ഇതിനകത്ത് എവിടെയെങ്കിലും ഫ്രീക്വൻസി ടേം നമ്മൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഫ്രീക്വൻസി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും മാക്സ്വെൽസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നൗ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്, മാക്സ്വെൽസ് ബ്രിഡ്ജ് ഈസ് അൺസ്യൂട്ടബിൾ ഫോർ വെരി ഹൈ Q കോയിൽസ്. Statement 2, this is because the required value of R4 becomes impractically large. ഇതിൽ കറക്റ്റ് ചെയ്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. മാക്സ്വെല്ലിൻ്റെ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെരി ഹൈ വാല്യൂവിന് നമ്മൾ യൂസ് ചെയ്യില്ല, 1 to 10 Q വാല്യൂ ഉള്ളതിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഹൈ കോയിലുള്ളതാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഇറ്റ് ഈസ് അൺസ്യൂട്ടബിൾ എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇനി അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ക്യൂ എന്ന് പറയുന്നത് R4ൽ ഡിപ്പെൻഡൻ്റ് ആണ്. ക്യൂ ഇസ് ഈക്വൽ ടു ഒമേഗ C4 R4. അപ്പോൾ ഹൈ ക്യൂ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? R വാല്യൂ നമ്മൾ കൂട്ടേണ്ടി വരും. അപ്പോൾ ഹൈ ക്യൂ വാല്യൂ ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിനേക്കാട്ടിൽ വലിയൊരു വാല്യൂ R4 ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഇംപ്രാക്ടിക്കലായി വരുന്നത് കൊണ്ട് നമ്മൾ ഹൈ വാല്യൂസ് ഓഫ് ക്യൂ മാക്സ്വെൽ ബ്രിഡ്ജിൽ യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് ആണ്, ഹേയ്സ് ബ്രിഡ്ജ് ഇസ് സ്യൂട്ടബിൾ ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഡാഷ്. ഹേയ്സ് ബ്രിഡ്ജ് എന്തിൻ്റെ മെഷർമെൻറ്റിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഹൈ ക്യൂ വാല്യൂ ഇൻഡക്ടേഴ്സ്. അപ്പോൾ നമ്മൾ 1 to 10 വരെയുള്ളത് കണ്ടു, മാക്സ്വെല്ലിന് കണ്ടു. അതിനുശേഷം ഇനി ക്യൂ വാല്യൂ ഹൈ ആയിട്ടുള്ളതിന് നമ്മൾ ഏത് ബ്രിഡ്ജാണ് യൂസ് ചെയ്യുന്നത്? അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹേയ്സ് ബ്രിഡ്ജ്. ഓക്കെ, ഇൻ ഹേയ്സ് ബ്രിഡ്ജ് ദ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ C4 ഈസ് കണക്റ്റഡ്. എങ്ങനെയാണ് C4 കണക്റ്റഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എങ്ങനെയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക? ഇൻ സീരീസ് വിത്ത് R4. പക്ഷേ അപ്പുറത്തായിരുന്നെങ്കിലോ, മാക്സ്വെല്ലിൻ്റെ കേസിൽ R4ഉം C4ഉം എങ്ങനെയായിരുന്നു? പാരലലായിരുന്നു. ഇവിടെ ആണെങ്കിൽ എങ്ങനെയാണ്? സീരീസിലാണ്. ഓക്കെ, നൗ ഗിവ് ദ ഫോർമുല ഫോർ ക്വാളിറ്റി ഫാക്ടർ ഇൻ ഹേയ്സ് ബ്രിഡ്ജ് ഇൻ ടേംസ് ഓഫ് ഒമേഗ C4 ആൻഡ് R4. ഓക്കെ, ഇവിടെ ക്യൂവിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ 1/ഒമേഗ C4 R4 എന്നായിരിക്കും ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവിടെ ക്യൂ കൂടുമ്പോൾ R4 കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ ക്യൂ വാല്യൂവിന് എന്തുകൊണ്ട് ഇത് ആപ്റ്റ് ആണെന്ന് മനസ്സിലായല്ലോ. ഇനി എ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഹേയ്സ് ബ്രിഡ്ജ് കമ്പയർഡ് ടു മാക്സ്വെൽസ് ബ്രിഡ്ജ് ഈസ് ദാറ്റ്. ഇതിലേതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ഇതിൻ്റെ ബാലൻസ് ഇക്വേഷനിൽ ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആണ്. മാക്സ്വെൽ ഇക്വേഷനിൽ ഫ്രീക്വൻസി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. അവിടെ R4ഉം C4ഉം R2ഉം ഒക്കെ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇവിടത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ക്യൂ വാല്യൂവിൽ നമുക്ക് ഒമേഗയുടെ ഡിപ്പെൻഡൻസ് കാണാൻ പറ്റും. അതായത് ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അതൊരു മേജർ ഡിസഡ്വാൻറ്റേജ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സ്വെൽസ് ബ്രിഡ്ജ് കണക്ട്സ് R4 and C4 in parallel. Hayes bridge connects them in series. Hayes bridge is preferred for medium Q coils while Maxwell is preferred for high Q coils. ഏതാണ് കറക്റ്റ്? മാക്സ്വെൽ ഈസ് പ്രിഫേർഡ് ഫോർ ഹൈ ക്യൂ ആണോ? അല്ലല്ലോ. അപ്പോൾ 2 ഫോൾസ് ആണ്. എൻ്റെ 1 നോക്കിയേ, മാക്സ്വെല്ലിന്
R4ഉം C4ഉം പാരലലാണ്. കേസിലാണെങ്കിൽ അത് രണ്ടും സീരീസാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ, അപ്പോൾ അത് കറക്റ്റ് അല്ലേ? അപ്പോൾ only 1 is true and 2 is false. ഇനി ഷെറിങ് ബ്രിഡ്ജ് is used for the measurement of dash. ഷെറിങ് ബ്രിഡ്ജ് എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആൻഡ് ഡെസിപ്പേഷൻ ഫാക്ടർ. ഓക്കെ, രണ്ട് കാര്യങ്ങൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഡെസിപ്പേഷൻ ഫാക്ടറും ഉണ്ട്, കപ്പാസിറ്റൻസും ഉണ്ട്. ഇനി ഷെറിങ് ബ്രിഡ്ജ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ ടെസ്റ്റിംഗ് ഓഫ് ഡാഷ്. എന്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് ആൻസർ. ഹൈ വോൾട്ടേജ് കേബിൾസ് ആൻഡ് ഇൻസുലേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൗ മെനി കപ്പാസിറ്റേഴ്സ് ഡസ് ഷെറിങ് ബ്രിഡ്ജ് കണ്ടെയ്ൻ ഇൻ ഇറ്റ്സ് 4 ആംസ്? 4 ആമിൽ കൂടെ എത്ര കപ്പാസിറ്റർ ഉണ്ടെന്ന് ചോദിച്ചാൽ 2 എണ്ണേ ഉള്ളൂ. ഓക്കെ, ഐ മീൻ 2 എണ്ണം ഉണ്ട്, ബാക്കി എല്ലായിടത്തും നമ്മൾ ഓരോന്ന് വീതമല്ലേ കണ്ടിട്ടുള്ളൂ. Now, statement. ഷെറിങ് ബ്രിഡ്ജ് balance equations are frequency independent. The dissipation factor can be read directly from the calibration of C4. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് രണ്ടും കറക്റ്റാണ്. അതായത് ഷെറിങ് ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് ഇക്വേഷനിൽ ഫ്രീക്വൻസി ഇല്ല. അതേപോലെ തന്നെ നമുക്ക് ഡെസിപ്പേഷൻ ഫാക്ടർ ഡയറക്റ്റായിട്ട് ആ C4ൻ്റെ കാലിബ്രേഷനിൽ നിന്ന് കണ്ടുപിടിക്കാനും പറ്റും. Next, Wien's bridge is primarily used to measure what? ഇൻഡക്റ്റൻസ് ആണോ, ഹൈ വോൾട്ടേജ് കപ്പാസിറ്റൻസ് ആണോ, ഫ്രീക്വൻസി ആണോ, ലോ റെസിസ്റ്റൻസ് ആണോ? ആൻസർ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. നമ്മൾ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അവിടെ ഈ യൂസ് ചെയ്യുന്ന ബ്രിഡ്ജ് വെയിൻ ബ്രിഡ്ജാണ്. ഇത് ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഈസ് യൂസ് ടു ജനറേറ്റ്. അത് നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്ത് ജനറേറ്റ് ചെയ്യാനാണ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ? സൈനസോയിഡൽ വേവ്സ് ഓഫ് ഓഡിയോ ഫ്രീക്വൻസി. സൈൻ വേവ്സ് ഒക്കെ നമ്മൾ CROയിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ? Then if R1 is equal to R4 is equal to R and C1 is equal to C4 is equal to C in a Wien bridge, give the simplified formula for balanced frequency F. അപ്പോൾ ഇത് ചെയ്ത് നോക്കാനാണെങ്കിൽ വെയിൻ ബ്രിഡ്ജിനകത്തെ ഫ്രീക്വൻസി ആണെങ്കിൽ 1/2π റൂട്ട് ഓഫ് R1 R4 C1 C4 എന്നാണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഈക്വലാണ്, ഇവർ രണ്ടുപേരും ഈക്വലാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? F is equal to 1/2π RC. ഓക്കെ, ഇതാണ് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇനി വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ് ടു മെഷർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്? ഇതിലേതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? മാക്സ്വെൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതിലില്ലായിരുന്നു. വീറ്റ്സ്റ്റോൺ നമ്മൾ നോക്കി, അതിലില്ലായിരുന്നു. ഷെറിങ് നമ്മൾ നോക്കി, അതിലും ഇല്ലായിരുന്നു. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഹെവി സൈഡ് ക്യാമ്പൽ ബ്രിഡ്ജ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കാനില്ല, ജസ്റ്റ് ഓപ്ഷൻ എലിമിനേഷൻ വെച്ച് കണ്ടുപിടിക്കുക. ഇനി വിച്ച് ബ്രിഡ്ജ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ മെഷറിങ് ഇൻഡക്റ്റൻസ് ഓഫ് ലോ ക്യൂ കോയിൽസ്? ഏതായിരിക്കും? മാക്സ്വെൽ അല്ലെന്നറിയാം, ഹെയർ അല്ലെന്നറിയാം, ഷെറിങ് അല്ലെന്നറിയാം. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ആൻഡേഴ്സൺസ് ബ്രിഡ്ജ്. ഇത് നമുക്ക് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഓപ്ഷൻ എലിമിനേഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, an AC bridge that is not used to measure inductance is? ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാത്തത് ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും? ഷെറിങ് ആയിരിക്കുമല്ലോ, കാരണം അത് സിയും ഡെസിപ്പേഷൻ ഫാക്ടറായിട്ടുള്ള ഡിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. Now last question ആണ്. For measuring high resistance that above 1 mega ohm, which method is typically used instead of bridge? ബ്രിഡ്ജിന് പകരം ഏത് മെത്തേഡാണ് 1 മെഗാ ഓമിൻ്റെ മുകളിലുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് മെഗർ ലോസ് ഓഫ് ചാർജ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറെ മൊഡ്യൂൾസിൽ ഇതുപോലത്തെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഒന്ന് അറിയിക്കുക.
സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു.